ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്താണെന്നറിയോ? ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോവാം. എൻ്റെ 11th സ്റ്റാൻഡേർഡ് മുതൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളിപ്പോൾ ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സർപ്രൈസാണ്, പക്ഷെ സർപ്രൈസ് ആവുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ കൊച്ചിയിലാണെന്നാണ് അവളുടെ വിചാരം. അപ്പോൾ ഞാനിപ്പോൾ സാധനങ്ങൾ ലഡുവും ഡയറി മിൽക്ക്, അവൾ ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്താ ഷുഗർ ക്രേവിങ്സ് ആണ് കൂടുതലെന്ന്. അപ്പോൾ ഞാൻ ലഡുവും ഡയറി മിൽക്കും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. സംഭവം ഞാൻ അവളുടെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. എനിക്ക് വന്ന വഴി ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഇതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. എക്സ്പ്രഷൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. കാരണം അവൾ പുറത്തുതന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പ്രഷൻ എടുക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ടിരിക്കുക കേട്ടോ. വിളിച്ചപ്പോൾ ആൾ എന്തെങ്കിലും വാടി നമുക്ക് മന്തിയൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പേഴ്സൺ എന്ന് പറയണത് എൻ്റെ ലൈഫിൽ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എൻ്റെ കോൺസ്റ്റൻ്റ് വണ്ണാണ്. എന്താ പറയുക, എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കുറേ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ് ഇവൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവളെ. എന്താ പറയുക, എനിക്കറിയില്ല, ഞങ്ങളൊരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് അത്രയും ബെസ്റ്റായിട്ടൊരു ബോണ്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് പോലും എനിക്ക് അധികം ഉണ്ടായിട്ടില്ല. അവരും ഒരു ടൈമായപ്പോൾ പോയിട്ടുണ്ട്. പക്ഷേ +1 മുതൽ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ അവളെൻ്റെ കൂടെ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത്, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ അവൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സജഷൻ ചോദിക്കാനും എല്ലാത്തിനും ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ വരെ അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കാണിച്ചു കൊടുക്കും. പക്ഷെ അവളിങ്ങനെ കാണിച്ചു തരും. ഒരു പ്രത്യേക ഒരു കുട്ടിയാണത്. ഭയങ്കര രസമാണ് അവൾ. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യണേ. അതാവുമ്പോൾ കാലാകാലം അവിടെ ഉണ്ടാവുമല്ലോ. നമുക്ക് കാണുമ്പോൾ എപ്പോഴും ഒരു മനസ്സിനൊരു സുഖം കിട്ടണ ഓരോ സംഭവങ്ങളല്ലേ. ഞാൻ ആക്ച്വലി ഒക്കെ കുറേ സാധനങ്ങൾ വാങ്ങി പോകണമെന്ന് വിചാരിച്ചു. എനിക്കൊരു ഫ്ലവറൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ഇടയ്ക്കരെ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ടൈമാവും. അപ്പോൾ അച്ഛനെ കൊണ്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിപ്പിച്ചിട്ട് നേരെ ഇപ്പോൾ കാണാൻ പോവാണ്. ബട്ട് ഫ്ലവർ മാത്രം കിട്ടിയില്ല. അവിടെ എത്തി നട്ട്സൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ ലുലു കേട്ടോ. എൻ്റെ ബെസ്റ്റ് ബഡിയാണ്. എനിക്കറിയില്ല, ഈ വീഡിയോ ഞാൻ എന്താ പറയുക, എനിക്കൊരു മെമ്മറി വേണം എന്നുള്ളതിൽ എടുത്തിട്ട വീഡിയോ ആണ്. പിന്നെ ഈ ലാസ്റ്റത്തെ ഒരു ക്ലിപ്പ് വന്നിട്ട് അവൾ എനിക്ക് 1 വർഷം മുന്നേ തന്നിട്ടുള്ള ഒരു നെക്ക് ചെയിനാണിത്. അത് അവൾ ഇട്ട് തരണം, എന്നിട്ട് ഇട്ടാൽ മതി എന്ന് അവൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ഇയർ വെയിറ്റ് ചെയ്തു ഈ ഒരു സാധനം ഇടിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവൾ ഇട്ട് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ വീഡിയോയും ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നന്നായിട്ടിരിക്കുക. ബൈ.